ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ശിശുദിനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രസംഗവുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദരണീയരായ പ്രധാനാധ്യാപകൻ, മറ്റു അധ്യാപകരെ, എൻ്റെ പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, ആദ്യമായി ഏവർക്കും ഞാൻ എൻ്റെ ശിശുദിനാശംസകൾ നേരുന്നു. നമുക്ക് ഏവർക്കും വളരെ സന്തോഷകരമായ ദിനമാണല്ലോ ഇന്ന്. കാരണം ഇന്നാണല്ലോ നമ്മുടെ ശിശുദിനം. അതിനാൽ നാം ഏവരും ഈ ദിനം ആഘോഷപൂർവ്വം കൊണ്ടാടാനായി ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് മുന്നിൽ ഏതാനും വാക്കുകൾ പറയാൻ ലഭിച്ച ഈ സുവർണ അവസരത്തിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷവാനാണ്. കുട്ടികൾ നമ്മുടെ സമൂഹത്തിൻ്റെയും വീടിൻ്റെയും പ്രകാശമാണ്. അവർ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നിർമ്മാതാക്കൾ കൂടിയാണ്. നവംബർ 14, അതായത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനത്തിൽ നാം വളരെ സന്തോഷത്തോടെയും ആവേശത്തോടെയും ശിശുദിനമായി ആചരിക്കുന്നു. ഇത്തരത്തിൽ ശിശുദിനം ആചരിക്കുന്നതിലൂടെ നമ്മൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും രാജ്യത്താകമാനമുള്ള കുട്ടികളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് കുട്ടികളോട് ഭയങ്കര സ്നേഹമായിരുന്നു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്നിട്ട് പോലും കുട്ടികളോടൊപ്പം തൻ്റെ വിലപ്പെട്ട സമയം ചിലവഴിക്കുവാൻ അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നു. കുട്ടികൾക്ക് തിരിച്ചും അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചാച്ചാ നെഹ്റു എന്ന് വിളിക്കാറുണ്ടായിരുന്നതും. രാജ്യത്തിന് ആൺകുട്ടികളും പെൺകുട്ടികളും വിലമതിക്കാനാവാത്തവരാണ് എന്നും അവരിൽ അന്തരം കാണിക്കുന്നത് തീർത്തും അപരാധമാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കുട്ടികൾ തന്നെയാണ് രാജ്യത്തിൻ്റെ ഭാവിയെന്നും അവരിൽ പഠനാസക്തി വികസിക്കണമെന്നും അദ്ദേഹം വിശ്വസിച്ചു. നല്ല പൗരന്മാരും ദേശഭക്തന്മാരുമാക്കി മാറ്റുവാനായി അദ്ദേഹം കുട്ടികൾക്ക് സദാ പ്രേരണ നൽകാറുണ്ടായിരുന്നു. കുട്ടികളുടെ ആദ്യത്തെ വിദ്യാലയം വീടാണ്. അതിനാൽ കുട്ടികളെ നല്ല സംസ്കാരമുള്ള വ്യക്തികളാക്കി മാറ്റുന്നതിന് മാതാപിതാക്കൾ പ്രയത്നിക്കണം. മക്കളുടെ ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇന്നത്തെ കുട്ടികളാണല്ലോ നാളത്തെ പൗരന്മാർ. നമ്മുടെ ഭരണഘടനയിൽ കുട്ടികൾക്ക് ചില അവകാശങ്ങൾ വകവെച്ച് നൽകുന്നുണ്ട്. അവയുടെ സംരക്ഷണം ഏവരുടെയും കർത്തവ്യമാണ്. ഇത്തരത്തിൽ കുട്ടികളുടെ അവകാശങ്ങളെ പരിപാലിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ശോഭനമായ ഭാവി സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് മുന്നേറാം. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ ഈ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക.